ഉള്ള ആളാണ്. ഞാനിവിടെ വന്ന് താമസിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഈ ബൂത്ത് ഏജന്റുമാരെ അന്വേഷിക്കാതെ ബൂത്ത് ഏജന്റുമാരെ അന്വേഷിക്കാതെ അത് ഒരു ആരോപണം ഉന്നയിച്ചിട്ട് തെളിയിപ്പിച്ച് ഇപ്പൊ ഇവിടെ ഒരു വാടകയ്ക്ക് ഒരാൾ താമസിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ വോട്ടുണ്ടോ എന്താണെന്നുള്ളത് ഈ ബൂത്ത് ഏജന്റുമാരെ അന്വേഷിക്കണം. അപ്പോഴാണ് അത് കറക്റ്റുള്ളത് അറിയുള്ളൂ. ഇതിപ്പോ ആരോപണം ഉന്നയിക്കാൻ എനിക്കും പറ്റും, അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്ന ഒരാൾ വ്യക്തി അത് പുറത്തേക്ക് അത് തെളിയിപ്പിച്ചിട്ട് ജനങ്ങളുടെ ഉള്ളിൽ എത്തിക്കണം. അതാണ് അന്ന് പറയണം. ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1 കൊല്ലോ 2 കൊല്ലോ കഴിഞ്ഞിട്ട് ആരോപണം ഉന്നയിക്കുക. അതിപ്പോ എന്റെ വീട്ടിൽ ഞാൻ ഒരു വീട്ടിലെ അംഗമാണ്. ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ എന്റെ മക്കളതിന് ചൂണ്ടിക്കാണിക്കണം. അപ്പോഴാണ് അത് ഞാൻ അംഗീകരിക്കുന്നത്. അല്ലേ? എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ വോട്ട് കഴിഞ്ഞു, ആള് ജയിച്ചു, ഒരു 1000 വോട്ടിനോ അല്ലെങ്കിൽ 200 വോട്ടിനോ 500 വോട്ടിനോ അല്ല ജയിച്ചത്. 75,000 വോട്ടോളം ഭൂരിപക്ഷത്തിനാണ് അയാൾ ജയിച്ചത്. ഈ 75,000 ആള് മാറിയിട്ട് ഉണ്ടെങ്കിൽ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഈ 1000 വോട്ടിനോ 500 വോട്ടിനോ ജയിച്ചു വെച്ചാൽ അതൊരു ജയമായിട്ട് കണക്കൂട്ടണമല്ലേ. 75,000 വോട്ടിനല്ല അയാൾ ജയിച്ചത്. നമ്മളിപ്പോ ഒരു മണ്ഡലത്തിലാണ് 1,00,000-ൽ അധികം അതൊക്കെ എന്താ വെച്ചാൽ പ്രത്യേക അടിസ്ഥാനത്തിലുള്ള ആരോപണം എനിക്ക് പറയാനുള്ളത്. തെളിയിക്കണം. ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ല, നമുക്ക് തെളിയിപ്പിച്ച് കാണണം. അതിപ്പോ ഒരു രാഷ്ട്രീയ ഫേസ് ആയിട്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മളൊരു തെറ്റ് നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ മക്കള് തെറ്റായിട്ട് നമ്മളോട് പറഞ്ഞാലാണ് നമ്മൾ ആ തെറ്റിന്ന് തിരുത്തി പോകുന്നത്. നമ്മളിപ്പോ ഈ റോഡിന്റെ കാര്യത്തിൽ ഈ കുഴി വന്നിട്ട് എന്തുകൊണ്ട് കുഴി വന്നു എന്ന് നമ്മൾ ചിന്തിക്കണില്ലേ. അപ്പൊ ഈ കുഴി വരാതെ റോഡ് പണിയെടുത്താലല്ലേ, പണിയെടുക്കാത്ത 1,00,000 ഉറുപ്പിയുടെ പണി ഈ റോഡിനെടുത്ത് പാസ്സായിട്ടുണ്ടെങ്കിൽ 40,000 ഉറുപ്പിയുടെ വർക്കേ ഇവിടെ നടക്കുള്ളൂ. അപ്പൊ അഴിമതിയാണ് മൊത്തം. ഇതിന് ഒന്നിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം അഴിമതിയാണ്. അപ്പം റേഷൻ കടയിൽ പോയിട്ട് 1 കിലോ അരി മേടിക്കുന്നുണ്ടെങ്കിൽ റേഷൻ കടക്കാരുടെ അടുത്ത് അഴിമതി ഉണ്ടാവും. നമ്മുടെ അടുത്ത് നമ്മൾ വാങ്ങാൻ പോകേണ്ടിരുന്ന 1 പിടി അരി വാങ്ങിയിട്ടാണ് അവർ 2 പിടി അരി ആയിട്ട് വെച്ചിട്ട് 10 ആളിനടുത്ത് 1 കിലോ അരി കൊടുക്കുന്നത്. അതൊന്നും മിച്ചം എടുത്തിട്ടാണ് അവരൊക്കെ ചെയ്യുന്നത്. നമ്മള് രാഷ്ട്രീയത്തിന്റെ അല്ല പറയണത്, നമുക്ക് രാഷ്ട്രീയമല്ല, നമ്മള് നിഷ്പക്ഷ അഭിപ്രായക്കാരനാണ്. പക്ഷെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. വെറുതെ ഒരു ആരോപണം കൊണ്ട് കാര്യം. ഞാനതാ പറയുന്നത്. ഇപ്പൊ അയാള് ലോകരാഷ്ട്രത്തിൽ തന്നെ അംഗീകരിച്ച നേതാവായി കഴിഞ്ഞു. 60 കൊല്ലം കോൺഗ്രസ് അവിടെ ഭരിച്ചത്. എന്നിട്ട് നമ്മള് എന്തൊക്കെ അധോഗതിയിൽ ഉണ്ടായിരുന്നു. അയാളെ കുറ്റം പറയല്ല. അവര് രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി മരിച്ചു, രാജീവ് ഗാന്ധി മരിച്ചു, പിന്നെ അതേമാതിരി VP സിംഗ് മരിച്ചു. അവരൊക്കെ ഭരണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ലെവല്, അത് ഭരിക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിക്കാൻ നമുക്ക് അല്ല, തെളിയിപ്പിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതൊക്കെ രാഷ്ട്രീയങ്ങളാണ്. നമ്മള് രാഷ്ട്രീയത്തിന്റെ ഫേസിലുള്ള ആൾക്കാരാണ്, നമ്മൾ നിഷ്പക്ഷ ആൾക്കാരാണ്. അത് പറഞ്ഞത് മാത്രം. നമുക്കും ഇത് കുറച്ച് ആലോചിച്ചാൽ അറിയില്ല. ഒരു വർഷം